ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ളൊരു ജോലിയാണ് ദേ ഈ കാടും പടലും വെട്ടുക എന്നുള്ളത്. ആകെ കൂടി കുറച്ച് സ്ഥലമുണ്ട്, അവിടെ 2 ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചെടികൾ ഇടയ്ക്കിടയ്ക്ക് കാട് പോലെ വളർന്ന് വല്ലവരെയും വീട്ടിലേക്ക് വളർന്ന് കയറും കേട്ടോ. അതിനെ വെട്ടിക്കളയുക അത് ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ള ഒരു ജോലിയാണ്. അതവിടെ നിൽക്കട്ടെ. അടുത്ത ദിവസം രാവിലെ ഏട്ടൻ നേരെ വെള്ളായണിയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരംകാരുടെ ആലപ്പുഴയെന്നോ കുട്ടനാടാന്നൊക്കെ പറയും കേട്ടോ വെള്ളായണിയിൽ. ഇവിടെ വരുന്നത് നമ്മൾ മിക്കവാറും കരിമീനോ താറാവോ ഒക്കെ വാങ്ങാനാട്ടോ. നല്ല പിടയ്ക്കുന്ന കരിമീൻ അല്ലെങ്കിൽ നല്ല നാടൻ താറാവ് വാങ്ങാനാണ് മിക്കവാറും കരിമീൻ വെള്ളയാണിയിലേക്ക് വരുന്നത് കേട്ടോ. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളയാണി എന്ന് പറയുന്നത്. ചീര കൃഷിയും പടവല കൃഷി, പാവയ്ക്ക കൃഷി, അങ്ങനെയൊക്കെ നല്ല നാടൻ സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളയാണി. മെയിൻ ജംഗ്ഷൻ സിറ്റിയോട് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കുള്ള കാക്കാമൂല എന്ന് പറഞ്ഞുള്ള സ്ഥലം കേട്ടോ ഇത്. നല്ല പിടയ്ക്കുന്ന കരിമീൻ മാത്രമല്ല കായൽ മീനുകളെല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ. ഏട്ടൻ ഇന്ന് താറാവ് വാങ്ങാനായിട്ട് വന്നതാണ്. എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നഹീം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏട്ടൻ ഒറ്റയ്ക്ക് പോയ വഴിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് ഫോണിൽ വിളിച്ച് ഓർമ്മപ്പെടുത്തി, ഏട്ടാ പോയിട്ട് വരുമ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരണേ, എനിക്ക് അപ്ലോഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് തന്നു. താറാവ് കൂട്ടങ്ങളിങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടോ, ഇതിലൊരെണ്ണം ഇന്ന് എൻ്റെ ചട്ടിയിൽ കയറും. പക്ഷേ ഈ നീന്തി കളിക്കുന്നതിന് ഒന്നിനെയും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വേറെ എവിടെയോ ചെന്ന് ഒരെണ്ണത്തിനെ സെറ്റാക്കി എനിക്ക് കൊണ്ട് തന്നു കേട്ടോ. ഇന്നലെ വേദൊരു കൊതി പറഞ്ഞു. അങ്ങനെയാണ് ഏട്ടൻ ഇന്ന് രാവിലെ നേരെ താറാവ് വാങ്ങാനായിട്ട് പോയത് കേട്ടോ. താറാവിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കാന്താരിയും കുരുമുളകും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കാന്താരി കുരുമുളക് ഡക്ക് കറിയാണ്, ഡക്ക് റോസ്റ്റാണ് വെക്കാൻ പോകുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി നന്നായിട്ട് ചോപ്പ് ചെയ്തത് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടിയിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ എണ്ണ, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി കുറച്ച് കൂടുതൽ വേണം. വേറെ മുളക് പൊടി ഒന്നും ഇടുന്നില്ല, കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. അതനുസരിച്ച് കാന്താരി എടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂത്ത് വന്ന ശേഷം മസാലകളെല്ലാം താറാവിനെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കർ മൂടി വയ്ക്കുക. ഇറച്ചി വേവുന്നത് വരെ വിസിൽ കേൾപ്പിച്ചെടുക്കുക. നമ്മുടെ കുരുമുളക് ഇടാൻ മറന്നുപോയി. കുരുമുളകാണ് കേട്ടോ എൻ്റെ മെയിൻ. ആ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ കൂട്ടത്ത് കുരുമുളക് കൂടെ ഇടാം കേട്ടോ. അതാണ് എൻ്റെ മെയിൻ. അപ്പോൾ കുരുമുളകിൻ്റെയും കാന്താരിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡക്ക് വേവുന്നത് വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് കുക്കർ തുറന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ലേശം മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ഇടാം കേട്ടോ. വേണമെങ്കിൽ മതി. ഞാൻ അതുകൂടി ഇട്ടപ്പോൾ ഒന്നുകൂടെ ഒന്ന് രുചിയായി കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇടാം, നല്ലതാണ്. മല്ലിയിലയും കുറച്ച് സവോള വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ഉപ്പ് നോക്കിയേ എന്താ ടേസ്റ്റ് എന്നറിയോ. ഞാൻ സത്യമായിട്ടും ഇത് ആദ്യമായിട്ട് വയ്ക്കുക കേട്ടോ. എങ്കിലും നല്ല രുചിയുണ്ടായിരുന്നു. കാന്താരിയും കുരുമുളകും ഇട്ട് വെച്ച താറാവ് കറി. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല ചൂട് പാലപ്പോ ബ്രെഡോ പൊറോട്ട ഒക്കെ ഉണ്ട്. എന്നാ ടേസ്റ്റാണെന്നറിയാവോ.